എല്ലാവർക്കും നമസ്കാരം. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ജാമ്യം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുന്നു. എല്ലാവരും വാർത്തയിൽ അത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. നമ്മളൊക്കെ അതിനകത്ത് തുടക്കം പോലെ പറഞ്ഞിരുന്നതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ വിദേശത്തിരുന്നുകൊണ്ട് ഒരു വനിത ഒരാൾക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നു. അത് ഇമെയിൽ പരാതി, മുഖ്യമന്ത്രിക്ക് ഇമെയിലായിട്ട് പരാതി കൊടുക്കുന്നു. അതിനുശേഷം ഓഡിയോ ക്ലിപ്പ് അയച്ചു കൊടുക്കുന്നു. അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം അവർ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കേസ് അങ്ങനെ FIR ഇട്ട് പ്രതിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നു. അതിനകത്തൊക്കെയുള്ള ചില ന്യൂനതകൾ ഒന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളിനകത്തും വളരെ അപാകതകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, പൊതുസമൂഹത്തിന് കാണാനായിട്ട് സാധിക്കുന്നത്. നിയമവിദഗ്ധരും അതൊക്കെ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ഈ പരാതി ശരിക്കും ഇങ്ങനെ ഒരു ഇമെയിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അത്ര ചാടിപ്പിടിച്ച് ആക്ഷൻ എടുക്കേണ്ടതുണ്ട്. ന്യായമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ സാധാരണ രീതിയിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിൻ്റെ ജെനുവിലിറ്റി മനസ്സിലാക്കണം. അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കി നിയമപാലകർ വേണം അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഈ രാഹുൽ മാക്കൂട്ടത്തെ തകർക്കാനും അതോടൊപ്പം തന്നെ ഈ ഇവരുടെ, അതായത് ഭരണവർഗത്തിൻ്റെ അതിഭീകരമായ കൊള്ള, പ്രത്യേകിച്ച് ശബരിമല കൊള്ളയും അതുപോലുള്ള വിരുദ്ധ വികാരങ്ങളും ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക തിരിമറികളും തട്ടിപ്പുകളും പുറം ലോകം അറിയാതിരിക്കാനും അത് പുറത്ത് ചർച്ചയാവാതിരിക്കാനും മറ്റൊരു വിഷയം എടുത്ത് പൊതുസമൂഹത്തിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ രാഹുൽ മാക്കൂട്ട വിഷയം അടിക്കടി പലപ്പോഴും പൊന്തി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ടും നമ്മളിതിനു മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ സംഭവം നടന്നു എന്ന് പരാതിക്കാരി തന്നെ പറഞ്ഞിരിക്കുന്നത് 2024 ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് ഈ സംഭവം നടന്നതായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ഈ സംഭവം നടന്നിട്ട്. അതായത് ഈ ഏപ്രിൽ 8-ാം തീയതി വരുമ്പോൾ കറക്റ്റ് 2 വർഷമാകുകയാണ്. അപ്പോൾ ഈ 2 വർഷത്തിന് മുമ്പ് നടന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് FIR ഇട്ടത് പോലും കൂടെ നിയമവിരുദ്ധമായിട്ടാണ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം അന്ന് നിലവിൽ BNS സ്റ്റാർട്ട് ചെയ്തിരുന്നു. CRPC പ്രകാരമാണ്, അല്ലെങ്കിൽ IPC പ്രകാരമാണ് കേസ് FIR ഇട്ടിരിക്കുന്നതെന്ന് തന്നെ പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ നിലനിൽക്കുന്ന ഒരു FIR അല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അറസ്റ്റാണ്. കാരണം ആ അറസ്റ്റ് എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ട് നടത്തിയിരിക്കുന്ന ഒരു അറസ്റ്റാണ്. കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതേ പ്രതിയെ തന്നെ, അതായത് രാഹുൽ മാക്കൂട്ടത്തിന് തന്നെ സമാധാനമായ 2 കേസുകളിൽ ഓൾറെഡി ജാമ്യം കിട്ടിയിരിക്കുന്നതാണ്. ജാമ്യം ഒരു കേസിനകത്ത് ജാമ്യവും മറ്റൊരു കേസിനകത്ത് നോട്ട് ഓഫ് അറസ്റ്റും കോടതി തന്നെ, മേൽക്കോടതികൾ തന്നെ അനുവദിച്ച് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേസുകളുടെ സ്വഭാവം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു സ്വഭാവം കോടതികളും കാണുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയുമല്ല, ഈ മെയിൽ പരാതിയിൽ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് അന്യരാജ്യത്തിരുന്നുകൊണ്ട് ഒരു വ്യക്തി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിക്കാർ ഇവിടെ 3 ദിവസത്തിനുള്ളിൽ തന്നെ വന്നിട്ട് അത് സൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ പരിശോധന, ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ തുടക്കം പോലുള്ള എല്ലാ കാര്യങ്ങളും നിയമവിരുദ്ധമായിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതായ ഇവിടെ നിലനിൽക്കുന്ന നിയമ സാഹചര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. എങ്കിൽ പോലും കൂടെ ഇപ്പോൾ കോടതി എന്നാൽ എന്തുകൊണ്ട് ജാമ്യം നിഷേധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ ചില വിവേചനാധികാരങ്ങളാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മേൽക്കോടതികളുണ്ട്. ഇപ്പോൾ ഇനി ഇതിന് മുകളിൽ സെഷൻസ് കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടന്നു വരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു താൽക്കാലിക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രതി കുറ്റക്കാരനാണ് എന്നുള്ളൊരു തോന്നലിലൂടെ കൂടിയായിരിക്കാം കോടതി ആ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെയല്ല അതിൻ്റെ ലീഗൽ വശങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അത് ഇനിയും ബാക്കിയുള്ള നിയമവിദഗ്ധരോ അല്ലെങ്കിൽ അതിൻ്റെ മേൽക്കോടതി ജാമ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് പരാമർശിച്ച് പോകാവുന്നതുള്ളൂ. പക്ഷേ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെല്ലാം LDFന് അതിദയനീയമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശബരിമല കൊള്ള, ഈ രാഹുൽ മാക്കൂട്ട വിഷയം ഏറ്റവും കൂടുതൽ പൊന്തി വരുന്നത് ഈ ശബരിമല കൊള്ളയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ, പുതിയ സംഭവവികാസങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത്
മുഖ്യധാരാ മാധ്യമങ്ങൾ അത് സ്വാഭാവികമായിട്ട് വാർത്തയാക്കും. അപ്പോൾ ആ വാർത്ത ഇല്ലാതാക്കാനായിട്ട് പകരം ഒരു വാർത്ത വെച്ച് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് രാഹുൽ മാക്കൂട്ടത്തെ ഏറ്റവും കൂടുതൽ ഈ ഭരണകൂട വർഗം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റേതൊരു സംഭവം എടുത്തിട്ട് കഴിഞ്ഞാൽ അത്രയും ഒരു വാല്യൂ വാർത്താ പ്രാധാന്യം കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തെ ഏത് വിധേനയും ഒതുക്കുക എന്നുള്ളത് ഭരണകൂട വർഗത്തിന് മാത്രം ഒരു അജണ്ടയല്ല. അത് രാഹുൽ മാക്കൂട്ടം പ്രതിനിധാനം ചെയ്തുകൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഉന്നതമായ ഫോക്കസിൻ്റെ കൂടെ ഒരു അജണ്ട കൂടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SSP എന്ന് ഇപ്പോൾ പൊതുസമൂഹം ഒരു വിലയിരുത്തിയിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. SSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശനിസ്റ്റുകളും സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും, ഇത് മൂന്നും കൂടെ കൂടിയിട്ട് ഈ ഒരു വ്യക്തിയെ ഒറ്റയ്ക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കാനും ഒതുക്കാനും രാഷ്ട്രീയത്തിൽ മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ നിഷ്കാസിതനാക്കാനായിട്ടുള്ള ഒരു അജണ്ടയുടെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരം കേസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ശിവൻകുട്ടി മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒരു ഡസനോളം പരാതികൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവർ തന്നെ ഇവരുടെ ഒരു ഫോക്കസിൽ തന്നെ ഇതെല്ലാം ക്രിയേറ്റഡ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇത്തരം കേസുകൾ ഇനിയും വരും സ്വാഭാവികമായിട്ട്. കാരണം അവർക്കറിയാം ഇതൊന്നും കോടതിയിൽ നിലനിൽക്കില്ലെങ്കിൽ പോലും അവർക്കിതൊരു വാർത്തയാക്കാം. തൽക്കാലം അതായത് ഈ മാധ്യമങ്ങളെയും ജനങ്ങളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ അജണ്ടകൾ, അതായത് അവരുടെ കൊള്ളരുതായ്മകളൊന്നും പുറത്തേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ഉപകരണമായിട്ട് രാഹുൽ മാക്കൂട്ടത്തെ യൂസ് ചെയ്യുന്നു. അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ശബരിമല വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ശബരിമല അയ്യപ്പൻ്റെ ഈ അയ്യപ്പനെ കൊള്ളയടിച്ചത് പൊതുജനങ്ങൾ അറിയാതിരിക്കാൻ രാഹുൽ മാക്കൂട്ടത്തെ ഉപയോഗിക്കുന്നതിൽ അയ്യപ്പന് പോലും വേദനയുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ മാക്കൂട്ടത്തിന് ഇത്രയധികം ജനപിന്തുണ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കേരള രാഷ്ട്രീയത്തിൽ എൻ്റെ ഒരു അറിവിൽ പോലും കൂടെ ഒരൊറ്റ നേതാവിനും പ്രത്യേകിച്ച് ഇത്തരം ഈ സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു വിഷയത്തിനകത്ത് ഇത്രയധികം ജനപിന്തുണ അല്ലെ പൊതുസമൂഹത്തിൽ ഇത്രയധികം സപ്പോർട്ട് കിട്ടിയ ഒരൊറ്റ രാഷ്ട്രീയ നേതാവുമില്ല. പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന കക്ഷികളാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരെങ്കിലും കുറേ സപ്പോർട്ട് ചെയ്യും. നമുക്കറിയാം ഈ മന്ത്രിസഭയിൽ തന്നെ ഉള്ള മുകേഷ് MLA, അതുപോലെ തന്നെ KB ഗണേഷ് കുമാർ, AK ശശീന്ദ്രൻ, ഇവർക്കൊന്നും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും കൂടെ ആ പ്രസ്ഥാനത്തിലുള്ളവർ പോലും കാര്യമായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല, ഒറ്റ ഒരു മുന്നണിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമായിട്ടുള്ള ആരുമില്ല. പക്ഷേ കേരള ജനസംഖ്യയുടെ അതല്ലെങ്കിൽ ലോകത്തുള്ള സകലമാന മലയാളികളെ എടുത്തു കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷം പേരും ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്തതായിട്ട് ഇതുവരെയും ആർക്കും തോന്നിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ സംഭവവികാസങ്ങളിലെല്ലാം നാൾ വഴി നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ തന്നെയാണ്. അത് നമ്മൾ ഒത്തിരി പറഞ്ഞു പോയിരിക്കുന്നതുകൊണ്ട് നമ്മളധികം പറയാവുന്നതില്ല. ഇനിയാണെങ്കിൽ നമ്മൾ മറ്റു ഓരോരോ വീഡിയോകളിലൂടെ അത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പലരും പറയുന്നുണ്ട്, പലരും ശ്രദ്ധിക്കുന്നുണ്ടാവാം. ഇതിനകത്തും ഇപ്പം എനിക്ക് ഒറ്റ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു വെക്കാനുള്ളത്, ഈ ശബരിമല അയ്യപ്പൻ്റെ ഈ സ്വർണവും അതുപോലെ തന്നെ ശബരിമല കൊള്ളയെല്ലാം മറക്കാനായിട്ട് രാഹുൽ മാക്കൂട്ടത്തെ ഒരു മറയാക്കുന്നതോടുകൂടി ശബരിമല അയ്യപ്പൻ പോലും രാഹുൽ മാക്കൂട്ടത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് മറ്റൊരു ശക്തിയുടെയും പിന്തുണ ഇല്ലെങ്കിൽ പോലും ഈ രാഹുൽ മാക്കൂട്ടം ഇന്നും വളരെ അതിശക്തനായ അജയ്യനായി തന്നെ നിലകൊള്ളുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് കേരളത്തിൻ്റെ പൊതുകടത്തെ പറ്റിയാണ്. നമുക്കറിയാം ഈ കേരള സംസ്ഥാനം രൂപം കൊണ്ട് 1957 EMS ശങ്കരൻ നമ്പൂതിരിപ്പാട് ആയിരുന്നു ആദ്യത്തെ മുഖ്യമന്ത്രി. അന്ന് മുതൽ ഈ കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ അധികാരം ഏൽക്കുന്നത് വരെയുള്ള കേരളത്തിൻ്റെ പൊതുകടത്തിൻ്റെ 3 ഇരട്ടി കടവാണ് ഈ ഒറ്റ, അതായത് പിണറായി വിജയൻ്റെ 2 ടൈം വരുന്ന മന്ത്രിസഭാ കാലഘട്ടത്തിൽ എടുത്തു കൂട്ടിയത്. അതായത് 1957 മുതൽ 2016 വരെ കേരളം എടുത്തുള്ള പൊതുകടം എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി കടം ഈ പിണറായി വിജയൻ്റെ ഈ 2 ടൈം മന്ത്രിസഭാ കാലത്തിൽ മാത്രം എടുത്ത് ചെലവഴിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താണ് എത്രയും കടത്തിൻ്റെ, അതായത് 60 വർഷം കൊണ്ട് എടുത്തതിൻ്റെ കടം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എടുത്തതിൻ്റെ 3 ഇരട്ടി. 60 വർഷം കൊണ്ട് കേരള സംസ്ഥാനം എടുത്തിരിക്കുന്ന കടത്തിൻ്റെ 3 ഇരട്ടി കടവാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭ കടമെടുത്ത് കൂട്ടിയിരിക്കുന്നത്. ഇവിടെ എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്?
എന്നെ കേൾക്കുന്ന ഈ ഓരോ ജനങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കുക. കേരളത്തിൽ എന്ത് വികസന പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തിയിട്ടുള്ളത്? അതിന് മുമ്പ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പലതും നമുക്ക് എണ്ണേണ്ടി പറയാൻ പറ്റും. ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും കേൾക്കുന്നവരാണെങ്കിൽ പോലും ഒരൊറ്റയ്ക്കൊരു കാര്യം ഒന്ന് പറയുക. ഈ മന്ത്രിസഭ കൊണ്ടുവന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതി അവരാവിഷ്കരിച്ച് പണി നടത്തി പൂർത്തീകരിച്ച ഒരൊറ്റയ്ക്കൊരു പദ്ധതി ചൂണ്ടിക്കാണിക്കുക. പിന്നെ നാക്കും കൊണ്ടോ അല്ലെങ്കിൽ PR വർക്ക് കൊണ്ടോ കുറേ പരസ്യങ്ങൾ കൊണ്ടൊക്കെ കുറേ അധികം പ്രചരണങ്ങൾ ഞങ്ങൾ ഭയങ്കരമായ വികസനങ്ങൾ നടത്തി നമുക്കിങ്ങനെ പറയാം എന്നുള്ളതല്ലാതെ എടുത്ത് പറയാവുന്ന ഒരൊറ്റ വികസന പ്രവർത്തനമോ ഒരൊറ്റ പദ്ധതിയോ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതെല്ലാം ഈ വരുന്ന ഇലക്ഷനിൽ ചർച്ചയാകുന്നുണ്ട്. കാരണം ഈ കടങ്ങളെല്ലാം സാധാരണ നമ്മളെപ്പോലുള്ള ജനങ്ങളുടെ കടമാണ്, നമ്മളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടെടുത്തിരിക്കുന്ന ഒരു കടമാണ്. ഈ കടത്തിനെല്ലാം ഉത്തരവാദം പറയേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന ഒരു നാടകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരം കേസുകളും കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയമാക്കുക. ഈ 2-3 വർഷം മുമ്പുള്ള ഓരോ പരാതികളുടെയൊക്കെ പേരിൽ ഇങ്ങനെ ഓരോരുത്തരെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിതിൻ്റെ ഒരു അപകടം കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ഈ നടന്നിരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന ഈ 3ാം പീഡന പരാതിയുടെ അതേ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ആരെ വേണമെങ്കിലും കൊടുക്കാമല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ അന്റാർട്ടിക്കയിലെങ്കിലും പോയിരുന്നിട്ടാണെങ്കിൽ പോലും കൂടെ ആരെങ്കിലും ഒരു ടീമായിട്ട് ഇരുന്നുകൊണ്ട് ഇതുപോലെ ഓരോ സ്ത്രീകളുടെ പേരിലോ അല്ലെങ്കിൽ സ്ത്രീകളായിരുന്നുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ മേൽപ്പരാതികളൊക്കെ കൊടുക്കുകയും അവിടുന്ന് തന്നെ വീഡിയോ കോൾ ചെയ്യുകയും കുറേ അധികം പീഡനങ്ങളെപ്പറ്റി വർണ്ണിക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും പിടിച്ചകത്തിടാവുന്ന ഒരു നിയമ സംവിധാനമല്ല ഇപ്പോൾ ഈ രീതിയിലാണെങ്കിൽ വരുന്നത്. കാരണം ഇവരൊക്കെ പിന്നീട് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയെങ്കിൽ പിന്നീട് വരുന്നതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കാരണവശാലും അഡ്വാൻസ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വൃത്തികേടും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമല്ലേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ നമ്മൾ തിരിച്ചറിയണം. നിയമങ്ങളെ വളച്ചൊടിച്ച് ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ ഇവിടുത്തെ ഈ നമ്മുടെ ഈ സാമൂഹ്യ വ്യവസ്ഥിതിയെ തന്നെ തകർക്കുന്ന ഒരു രീതി ഒരിക്കലും നമുക്ക് അനുവദിച്ച് കൊടുത്തുകൂടാ. ഇതിനെതിരെ അതിശക്തമായ പൊതുജനവികാരം ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടുത്തെ ഉന്നത നീതിപീഠങ്ങൾ ഇത്തരം കാര്യത്തിനകത്ത് കർക്കശമായ ചില നിലപാടുകൾ ഇനിയും സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.